എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് പേയാട് അരുവിപ്പുറത്ത് നമുക്ക് ഇരുനില വീട് നമുക്ക് വിൽക്കാനുണ്ട്. അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു വീടാണ് നമുക്ക് വിൽക്കാനുള്ളത്. നമുക്ക് ഈ വീട് വരുന്നത് 4 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റാണ് നമുക്ക് വീട് വരുന്നത്. നമുക്കിവിടെ 4 ബെഡ്റൂം വരുന്നുണ്ട്, നമുക്ക് 4 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. നമുക്ക് ഈ വീട് വരുന്ന ചെറിയൊരു വില്ലയ്ക്കത്താണ് നമുക്ക് വീട് വരുന്നത്. ഇവിടെയുള്ള ഏകദേശപ്പെട്ട വീടെല്ലാം നമുക്ക് സെയിലായിട്ടുണ്ട്. മിക്ക വീട്ടിൽ നമുക്ക് ആൾതാമസം വരുന്നുണ്ട്. നമ്മുടെ റോഡ് വന്നിട്ട് 3 മീറ്ററാണ് നമുക്ക് റോഡ് വരുന്നത്. നമുക്കിതിൽ ഇൻ്റർലോക്കാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഈ വീട് വരുന്ന ഒരു കണ്ടംപററി ഡിസൈനിലാണ് വീട് വരുന്നത്. നമുക്ക് വൈറ്റ് കളറാണ് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. നമുക്ക് ഈ വീട് ചെയ്തിരിക്കുന്ന വാസ്തുപ്രകാരമാണ്. അതുപോലെ നമുക്ക് കിഴക്ക് ദർശനത്തിനാണ് വീട് വരുന്നത്. നമുക്കിവിടെ നിന്ന് തമ്പാനൂർ വരെ 9 കിലോമീറ്ററാണ് വരുന്നത്. നമുക്കിവിടെ നിന്ന് എയർപോർട്ട് പോകാൻ 13 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് പേയാട് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു 1.25 കിലോമീറ്റർ മാറിയാണ് നമുക്ക് ഈ വില്ല സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ വീടിനെ പറ്റിയുള്ള ഡീറ്റെയിൽസാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഈ വീട് നിൽക്കുന്ന നമുക്ക് കിഴക്ക് ദർശനത്തിലാണ് വീട് വരുന്നത്. നമ്മുടെ കുടിവെള്ളത്തിൽ നമുക്ക് കിണറും വരുന്നുണ്ട്, നമുക്ക് ലൈൻ കണക്ഷനും വരുന്നുണ്ട്. നമുക്ക് നല്ല വെള്ളമുള്ള ഏരിയയാണ്. അതുപോലെ നമുക്ക് നല്ല നിരന്ന ഭൂമിയിലാണ് നമുക്ക് വീട് ചെയ്തിട്ടുള്ളത്. വുഡ് ഉപയോഗിക്കുന്നതിന് ഫ്രണ്ട് ഫുള്ളും നമുക്ക് പ്ലാവാണ് വരുന്നത്. അത് ഫുൾ പോളിഷാണ് വരുന്നത്. നമുക്ക് ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 75 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. 80% ലോണും ചെയ്യാൻ പറ്റും. നമുക്ക് ഫ്രണ്ട് മതിൽ വന്നിട്ട് നമുക്ക് ചെറിയ രീതിയിൽ ഗ്ലാഡിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ ടെയിലാണ് വരുന്നത്. നമുക്കിവിടെ സ്ലൈഡിംഗ് കയറ്റും വരുന്നുണ്ട്. നമുക്കൊരു മടക്കി കയറ്റ്, നമുക്കൊരു 3 പാളിയുടെ ഒരു മടക്കി കയറ്റും വരുന്നുണ്ട്. നമുക്കിവിടെ മുറ്റത്ത് നമുക്ക് കരിങ്കല്ല്, നമ്മുടെ ഒറിജിനൽ കരിങ്കല്ലാണ് നമുക്ക് പാവിയിട്ടുള്ളത്. അതിൽ നമ്മുടെ ആർട്ടിക്കൽ ഗ്രാഫ്സും ആഡ് ചെയ്തിട്ടുണ്ട്. തൂണിൽ നമുക്ക് പാനൽ വർക്ക് ചെയ്തിരിക്കുന്ന വുഡിൻ്റെ ഡിസൈൻ എന്ന ടെയിലാണ്. ഇത് നമ്മൾ അപ്പോസി വർക്കും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ട് ഫുള്ള് നമുക്ക് പ്ലാവാണ് വരുന്നത്. അത് ഫുള്ള് നമുക്ക് പോളിഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് വീട്ടിൻ്റെ മുറ്റത്താണ് നമുക്ക് കിണർ വരുന്നത്. കിണറിൻ്റെ ആഴം വന്നിട്ട് 25 അടിയാണ് നമുക്ക് കിണറിൻ്റെ ആഴം വന്നിട്ട്. ഇപ്പോൾ തന്നെ നമുക്ക് 3/4% നമുക്ക് കിണറ്റിൽ വെള്ളം വരുന്നുണ്ട്. നമ്മുടെ വെള്ളത്തിനൊന്നും ഒരു ക്ഷാമമില്ലാത്ത ഏരിയയാണ് വരുന്നത്. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് വന്നിട്ട്. നമുക്ക് അതിവിശാലമായിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് വരുന്നത്. സിറ്റ് ഔട്ടിൽ നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ സ്പോട്ട് ലൈറ്റും ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ട് നമുക്ക് പാനൽ വർക്കിന് ഉപയോഗിക്കുന്ന ടെയിലാണ്, വുഡിൻ്റെ ടെയിലാണ് നമ്മൾ പാനൽ വർക്കിന് ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ അപ്പോസി വർക്കും ചെയ്തിട്ടുണ്ട്. നമ്മുടെ സിറ്റൗട്ടിൻ്റെ ഏരിയ വന്നിട്ട് നമുക്ക് 14x5 അടിയാണ് നമ്മുടെ സിറ്റൗട്ടിൻ്റെ ഏരിയ വന്നിട്ട്. ഇതാണ് ഫ്രണ്ടിലെ ഡോർ വന്നിട്ട്. നമുക്ക് 2 പാളിയാണ് ഡോർ വരുന്നത്. ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ കൊത്തു വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ക്ലിയർ പോളിഷാണ് ചെയ്യുന്നത്. ഡോർ വന്നിട്ട് നമുക്ക് പ്ലാവാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ വന്നിട്ട്. നമുക്ക് അതിവിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് വരുന്നത്. നമുക്ക് ഡൈനിങ് സെക്ഷൻ നമുക്ക് സെപ്പറേറ്റ് ആണ് വരുന്നത്. നമുക്ക് ലിവിങ് ഏരിയ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. 4 സീലിംഗ് ചെയ്യുന്ന നമുക്ക് വുഡിൻ്റെ ഡിസൈനിലാണ് നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് സ്പോട്ട് ലൈറ്റും ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഫാനും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ TV യൂണിറ്റ് വന്നിട്ട്. നമുക്ക് അതിവിശാലമായിട്ടുള്ള ഒരു TV യൂണിറ്റാണ് വരുന്നത്. നമുക്കിവിടെ എത്ര ഇഞ്ച് TV ആണ് ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റാണ് വരുന്നത്. ഇതിൽ നമുക്ക് നല്ല കബോർഡ്, നമുക്ക് നല്ല രീതിയിൽ തന്നെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് നല്ല സ്റ്റോറേജും വരുന്നുണ്ട്. ലിവിങ് ഏരിയയുടെ സൈസ് വന്നിട്ട് നമുക്ക് 13x13 നമ്മുടെ ലിവിങ് ഏരിയ വരുന്നത്. നമുക്ക് ലിവിങ് ഏരിയ നമുക്ക് ഡൈനിങ് സെക്ഷനിലോട്ട് പോകുന്നിടത്ത് നമുക്ക് വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്ക് ചെയ്ത് പാർട്ടീഷൻ തിരിച്ചിട്ടുണ്ട്. ലിവിങ് ഏരിയ അടുത്ത് വരുന്ന നമുക്ക് ഡൈനിങ് സെക്ഷനാണ്. ഇതാണ് നമ്മുടെ ഡൈനിങ് സെക്ഷൻ. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത്. സെക്കൻഡ് ഫ്ലോറിൽ 2 ബെഡ്റൂം വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഡൈനിങ് സെക്ഷൻ വന്നിട്ട്. ഇത് നമുക്ക് അത്യാവശ്യം വലിയൊരു ഡൈനിങ് സെക്ഷനാണ് വരുന്നത്. ഇവിടെ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. 4 സീലിംഗ് നമുക്ക് പ്രൊഫൈൽ ആയിട്ടാണ് വരുന്നത്. ഇതിൽ നമുക്കൊരു ഫാനും വരുന്നുണ്ട്. ഡൈനിങ് സെക്ഷൻ്റെ ഏരിയ വന്നിട്ട് 10x11 നമ്മുടെ ഡൈനിങ് സെക്ഷൻ്റെ ഏരിയ വരുന്നത്. നമുക്ക് സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോയിന്റ് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല സ്റ്റോറേജും വരുന്നുണ്ട്. ഡൈനിങ് സെക്ഷനോട് ചേർന്ന് നമുക്ക് വാഷ് ബേസ് വരുന്നുണ്ട്. അത് നമ്മൾ നല്ല പ്രീമിയം ലുക്കിലാണ് വാഷ് ബേസ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് സെക്ഷനിൽ ഒരു ചെവില് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള നമുക്ക് ടെസ്റ്റ് വർക്കും നമുക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് വലിയൊരു ഓപ്പൺ കിച്ചൺ വരുന്നുണ്ട്. നമുക്ക് ഓപ്പൺ കിച്ചൺ നമുക്ക് അത്യാവശ്യം വലിയൊരു ഓപ്പൺ കിച്ചണാണ് വരുന്നത്. ഇവിടെ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. കിച്ചണിൻ്റെ സൈസ് വന്നിട്ട് നമുക്ക് 14x10 നമ്മുടെ കിച്ചണിൻ്റെ സൈസ് വന്നിട്ട്. ഇത് നമുക്ക് വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല സ്റ്റോറേജ് വരുന്നുണ്ട്. നമുക്ക് ചിമ്മിനിയും വരുന്നുണ്ട്. നമുക്ക് ഫ്ലോർ ടൈൽ വന്നിട്ട് നമുക്ക് നല്ല ഗ്രിപ്പുള്ള ടൈലാണ് വരുന്നത്. ഇത് നമ്മുടെ വുഡിൻ്റെ ടൈലാണ് വരുന്നത്. ഇതിൽ നമുക്ക് അപ്പോസ് വർക്കും ചെയ്തിട്ടുണ്ട്. കിച്ചണിന് അടുത്ത് വരുന്നത് നമുക്ക് ബാക്ക് സൈഡാണ്. കിച്ചണിൻ്റെ ബാക്ക് സൈഡാണ്. നമുക്ക് ഈ വീടിൻ്റെ 3 സൈഡിൽ നമുക്ക് അത്യാവശ്യം സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സന്ധ്യയായി വീഡിയോ എടുക്കാമെന്ന് അതിൻ്റെ ഒരു ചെറിയൊരു ഇരുട്ടുണ്ട്. നമുക്ക് ബാക്കിൽ നമുക്ക് നനകല്ല് വരുന്നുണ്ട്. നമുക്ക് വേസ്റ്റ് എത്തിക്കാൻ വേണ്ടി ഒരു പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതേപോലെ തന്നെ ഗാർഡൻ വർക്ക് ചെയ്യാൻ വേണ്ടി ചെറിയൊരു പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാക്ക് സൈഡിൽ വർക്ക് ഏരിയ ഇറക്കാനുള്ള സ്പേസ് വരുന്നുണ്ട്. ബാക്കിൽ നമുക്ക് ഗ്യാസ് സിലിണ്ടർ വയ്ക്കാനുള്ള ഒരു പോയിന്റും ചെയ്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് വേസ്റ്റ് എത്തിക്കാനൊക്കെ വരുന്ന ഒരു സ്പേസ്. ഹാളിൽ നിന്ന് വരുന്ന ഫസ്റ്റ് ബെഡ്റൂമാണ് ഈ ബെഡ്റൂം വന്നിട്ട്. നമുക്ക് അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ നമ്മൾ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. അകത്തെ കളറൊക്കെ ഉപയോഗിച്ച് നമ്മൾ നല്ല ലൈറ്റ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് നമുക്ക് അറ്റാച്ച് ചെയ്ത് വാഷ്റൂം വരുന്നുണ്ട്. നമ്മൾക്ക് ഈ ബെഡ്റൂമിൽ ഒരു ഫാനും ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ബെഡ്റൂമിൽ AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. വാഷ്റൂമിൽ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. നമുക്ക് ഈ ബെഡ്റൂം സൈസ് വന്നിട്ട് 13x11 നമ്മുടെ ബെഡ്റൂം സൈസ് വന്നിട്ട്. നമ്മുടെ കബോർഡിലൊക്കെ നമ്മൾ നല്ല സ്റ്റോറേജ് വരുന്നുണ്ട്. ഇത് നമ്മുടെ വുഡിൻ്റെ ഡിസൈൻ വരുന്ന ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ഹൈ ക്വാളിറ്റി ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്.
ഇതാണ് നമ്മുടെ വാഷ്റൂം വന്നിട്ട് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ബ്രാൻഡ് ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം വന്നിട്ട് നമുക്ക് ഡൈനിങ് സെക്ഷൻ്റെ അടുത്ത് നിന്നാണ് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇത് നമുക്ക് വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് അതേ മെത്തേഡിൽ തന്നെ ഫോർ സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതേ മെത്തേഡിൽ തന്നെ കബോർഡ് വർക്കും വരുന്നുണ്ട്. ബെഡ്റൂം സൈസ് വന്നിട്ട് 12x11 നമ്മുടെ ബെഡ്റൂം സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. 3 പാളിയുടെ ഡോറാണ് വരുന്നത് കബോർഡിൽ. ഈ കബോർഡ് നമുക്ക് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നില്ല, നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് മാറ്റാവുന്നേ ഉള്ളൂ. റെഡിമെയ്ഡ് കബോർഡാണ് വരുന്നത്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട്. ഇതും വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെ ഫിറ്റിംഗ്സിന് ഉപയോഗിക്കുന്ന ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് നല്ല ട്രെൻഡിങ് ഉള്ള ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ അപ്പോസ് വർക്കും ചെയ്തിട്ടുണ്ട്. വാഷ്റൂമിലെ ഡോർ വന്നിട്ട് നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി നല്ല PVC ഡോറാണ് നമുക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വയറൊക്കെ ഉപയോഗിക്കുന്ന V-ഗാർഡിൻ്റെയാണ്. അതുപോലെ നമുക്ക് സ്വിച്ചൊക്കെ വന്നിട്ട് നമുക്ക് പോളി ക്യാബിൻ്റെ സ്വിച്ച് ബോർഡാണ് വരുന്നത്. ഇതാണ് നമുക്ക് സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയർ വരുന്നത്. നമുക്ക് സ്റ്റെയറിൽ നമുക്ക് സ്റ്റീൽ വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് നല്ല വലിയ ഗ്ലാസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് സ്റ്റെയർ കയറുന്നിടത്ത് നമുക്ക് വലിയ രീതിയിൽ തന്നെ ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് പർഹോളയും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലെ ഹാൾ വന്നിട്ട്. ഇവിടെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫോർ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു ഫാനും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വലിയൊരു ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. ഈ ഹാൾ സൈസ് വന്നിട്ട് 12x18 നമ്മുടെ ഹാൾ സൈസ് വന്നിട്ട്. ഇവിടെ വലിയ രീതിയിൽ തന്നെ ഒരു TV യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് സ്റ്റോറേജും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത്. നമുക്ക് ഈ ഹാളിൽ നിന്ന് വരുന്ന മൂന്നാമത്തെ ബെഡ്റൂമാണിത്. ഇത് നമുക്ക് അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് സെയിം മെത്തേഡിൽ തന്നെ ഫോർ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 4 ബെഡ്റൂമിലും സെയിം മെത്തേഡിലാണ് കബോർഡ് വർക്ക് വരുന്നത്. നമ്മൾ 4 ബെഡ്റൂമിലും AC പോയിന്റും ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വാഷ്റൂം വന്നിട്ട്. നമ്മുടെ 4 വാഷ്റൂമും നമുക്ക് 6 കാറാണ് വാഷ്റൂം സൈസ് വരുന്നത്. അത്യാവശ്യം വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഫിറ്റിംഗ്സും വരുന്ന എല്ലാം ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ്. 4 വാഷ്റൂമിൽ നമുക്ക് ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് നല്ല ട്രെൻഡിങ്ങുള്ള ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമുക്ക് 4ാമത്തെ ബെഡ്റൂം വന്നിട്ട്. നമ്മളെ ഡോറുകളെല്ലാം നമുക്ക് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മൾ 4ാമത്തെ ബെഡ്റൂം വന്നിട്ട്. ഇവിടെ നമുക്ക് സെയിം മെത്തേഡിൽ തന്നെ ഫോർ സീലിംഗ് ചെയ്തിട്ടുണ്ട്. സെയിം മെത്തേഡിൽ തന്നെ കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഈ ബെഡ്റൂം സൈസ് വന്നിട്ട് 12x13 നമ്മുടെ ബെഡ്റൂം സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. സെയിം മെത്തേഡിൽ തന്നെയാണ് വാഷ്റൂം വരുന്നത്. ഇതാണ് നമ്മുടെ വാഷ്റൂം. നമുക്ക് ഹാളിൽ നിന്ന് അടുത്ത് വരുന്ന നമുക്ക് ബാൽക്കണിയാണ്. ബാൽക്കണി വന്നിട്ട് 2 ബാൽക്കണി വരുന്ന ഒരു ഓപ്പൺ ബാൽക്കണിയും വരുന്നുണ്ട്. നമുക്കൊരു നോർമൽ ബാൽക്കണിയും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫോർ സീലിംഗ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഫോർ സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഗ്ലാഡിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഹാൻഡിൽ വർക്കിന് ഉപയോഗിക്കുന്ന സ്റ്റീലാണ്. ഇവിടെ നമുക്ക് 10 mm ഗ്ലാസ് ആണ് വരുന്നത്. ഇത് കഴിഞ്ഞ് വരുന്നത് നമുക്ക് ഒരു ഓപ്പൺ ബാൽക്കണിയാണ്. ഇതാണ് നമ്മുടെ ഓപ്പൺ ബാൽക്കണി വന്നിട്ട്. ഇവിടെ നമുക്ക് സ്റ്റീൽ വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഗ്ലാസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നല്ല ഗ്രിപ്പുള്ള ടൈലാണ് വരുന്നത്. ഇതിൽ നമുക്ക് അപ്പോസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന വില്ലേക്കത്തുള്ള ഏകദേശപ്പെട്ട വീടെല്ലാം നമുക്ക് സെയിലായിട്ടുണ്ട്. എല്ലാ വീട്ടിലും ആൾ താമസവും വരുന്നുണ്ട്. നമ്മുടെ സെക്കൻഡ് ഫ്ലോറിൽ വന്ന സ്റ്റെയറിൻ്റെ അടുത്താണ് നമ്മുടെ ബാക്കിലെ ടെറസിൻ്റെ ഡോർ വന്നിട്ട്. എല്ലാ ഡോറും നമുക്ക് പോളിഷാണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് സന്ധ്യയായി വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഇരുട്ടുണ്ട്. ഇവിടെ നല്ല ഗ്രിപ്പുള്ള ടൈലാണ് വരുന്നത്. ഇവിടെയാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് വരുന്നത്. ഇതാണ് ഈ വീടിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്. ഈ വീട് നിൽക്കുന്ന 4 സെന്റിൽ 2000 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. 4 ബെഡ്റൂമോട് കൂടിയ ഒരു വീടാണ്. നമുക്ക് കാർ പോർച്ച്, വീടിനോട് ചേർന്ന് തന്നെ കാർ പോർച്ച് വരുന്നുണ്ട്. കുടിയുള്ളതിന് കിണറും വരുന്നുണ്ട്. ലൈൻ കണക്ഷനും വരുന്നുണ്ട്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 75 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. 80% ലോണും ചെയ്യാൻ പറ്റും. ഈ വീട് ചെയ്യുന്ന വാസ്തുപ്രകാരമാണ് നമുക്ക് കിഴക്ക് ദർശനത്തിനാണ് വീട് വരുന്നത്. നമുക്കിവിടെ തമ്പാനൂർ പോകാൻ 9 കിലോമീറ്ററും എയർപോർട്ട് പോകാൻ 13 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെങ്കിൽ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തെന്തായാലും നമുക്ക് പുതിയൊരു വില്ല പ്രോജക്റ്റ് കാണാം. അതൊരിക്കലും എല്ലാവർക്കും ബൈ.